ബുഷിയായിട്ട് വളർത്തിയ മറ്റൊരു ചെടി കൂടി കണ്ടാലോ? നാടൻ റോസയാണിത്. ഈ ചെടിയും വലുതാകുന്നതാണ്. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞ മഞ്ഞ ചെമ്പരത്തിയില്ലേ, അതുപോലെ വലുതാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ സ്ഥലപരിമിതി മൂലമാണ് ഞാനിങ്ങനെ ബുഷിയായിട്ട് വളർത്തത്. അതിനുവേണ്ടി ഞാനൊരു ചെടി ചട്ടിയിലേക്കാണ് ഇത് നട്ടത്. നിലത്ത് നട്ടാൽ വളർന്നു പോകും, നിലത്ത് നട്ടാലും നമുക്ക് ബുഷിയായിട്ട് വളർത്താം. പക്ഷേ ഒരു കാര്യമാണ്, നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൃത്യം നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളവും മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ. വേര് ഇതിനകത്ത് തന്നെയാണല്ലോ. ഇതിനകത്ത് നിന്ന് വെള്ളവും വലിച്ചെടുത്ത് ഇത് വളർന്നുകൊണ്ടേയിരിക്കും. വളരുന്നതനുസരിച്ച് കട്ട് ചെയ്യുമ്പോൾ ധാരാളം ശിഖരങ്ങളുണ്ടായി വരുന്നു. ഇനി ഈ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയും വീണ്ടും കട്ട് ചെയ്ത് നിർത്താം. അപ്പം വീണ്ടും ശിഖരങ്ങൾ വരും. വളം കുറച്ചുകൂടി കൊടുത്തിരുന്നെങ്കിൽ ഈ പൂ ഇതിൻ്റെ ഇരട്ടി വലുപ്പം കിട്ടും. നാടൻ റോസയാണിത്. മൊട്ടുകളുമുണ്ട്. ഈ ഒരു പൂ ഇപ്പം നിലവിൽ 3 പൂ നമുക്ക് കാണാം. ഒരു പൂ കൂടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ മഴയത്ത് കൊഴിഞ്ഞു പോയി. ഇത്ര ഭംഗിയാണ്. ഇനി ഇതുപോലെ ചെടികൾ വളർത്താനൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. കുറച്ച് സമയം മതി നമുക്ക്. മഴക്കാലത്താണ് ഞാൻ കമ്പ് നട്ടത്. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതും ദിവസം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ വെള്ളവും നമ്മൾ ആവശ്യത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് വളർന്നു വരുള്ളൂ. ഇത് വേറൊരു ചെടിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് പിടിച്ചോന്ന് നോക്കട്ടെ. കമ്പിനകത്തൊരു ഇതൊരു കടലാസ് റോസയുടേതാണ്. പോകാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കമ്പിനകത്ത് നട്ടു. ഇത് അധികം വളരില്ല, പക്ഷേ നിലത്ത് നട്ടാൽ നല്ല പടർന്നങ്ങ് പൊങ്ങിപ്പോവും. ഇതിന് ഇച്ചിരി വലിയ ചെടിച്ചട്ടിയിലേക്ക് നട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്.